ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ അതിൻ്റെ കാരണത്തെയും ഉത്തരവാദികളെയും കുറിച്ചുള്ള ഊഹാപോഹങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇറാനിൽ നുഴഞ്ഞുകയറി തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ പേരുകേട്ട ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ്. ഇബ്രാഹിം റൈസിയെ ഹൈടെക് ലേസർ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഇടപെടൽ ഇതിലുണ്ടെന്ന് പോലും വലിയൊരു വിഭാഗം അഭ്യൂഹങ്ങൾ അഴിച്ചുവിടുന്നു. ഇബ്രാഹിം റയീസിയുടെ മരണത്തോടനുബന്ധിച്ച് ഇസ്രായേലിലേക്കും മൊസാദിലേക്കും സംശയമുന നീളുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. ഇറാനിയൻ സൈനികരെയും ആണവ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിൻ്റെ ചരിത്രപരമായ പ്രവർത്തനങ്ങൾ ഈ സിദ്ധാന്തങ്ങളെയൊക്കെ സാധൂകരിക്കുന്നു. എങ്കിലും വിദഗ്ധർ ഈ സിദ്ധാന്തത്തിന് സാധ്യതയില്ലെന്നും നിലനിൽപ്പുണ്ടാവില്ലെന്നുമൊക്കെയാണ് വിലയിരുത്തുന്നത്. സിറ്റിംഗ് പ്രസിഡന്റിനെ വധിക്കുന്നത് നേരിട്ടുള്ള യുദ്ധമാണ്. ഇത് ഇറാനിൽ നിന്ന് കടുത്ത പ്രതികരണത്തിന് കാരണമാകുമെന്ന് ഇസ്രായേലിനു തന്നെ ബോധ്യമുണ്ടാകും. ഉയർന്ന രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെക്കാൾ പരമ്പരാഗതമായി ഇറാന്റെ സൈനിക ആണവ ലക്ഷ്യങ്ങളിലാണ് ഇസ്രായേൽ അവരുടെ തന്ത്രപരമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇറാന്റെ ആണവ പദ്ധതികളുടെ പിതാവ് മൊഹ്സിൻ ഫക്രിസാദെ, അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് തിരക്കഥയൊരുക്കിയതും കൃത്യം നടപ്പിലാക്കിയതും മൊസാദാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് ബ്രിട്ടീഷ് പത്രം ദി ജൂയിഷ് ക്രോണിക്കിളിൻ്റെ വെബ്സൈറ്റാണ്. മൊഹ്സിൻ ഫക്രിസാദയുടെ കൊലപാതകത്തിനു പിന്നിൽ മൊസാദിന്റെ കറുത്ത കൈകളുണ്ടെന്ന് ഇതോടെ പരക്കെ വിശ്വസിക്കപ്പെട്ടു. ഇറാനിലേക്ക് കടത്തിയ പ്രത്യേക തോക്ക് ഉപയോഗിച്ച് മൊഹ്സിൻ ഫക്രിസാദയെ അതിവിദഗ്ധമായി മൊസാദ് കൊലപ്പെടുത്തിയെന്നാണ് വെബ്സൈറ്റിലെ പരാമർശം. കൃത്യത്തിന് മുൻപ് 8 മാസത്തോളം പിന്തുടർന്നു നിരീക്ഷിച്ചതിന് ശേഷമാണ് മൊസാദിന്റെ 20ഓളം ഏജന്റുമാർ മൊഹ്സിൻ ഫക്രിസാദയെ കൊലപ്പെടുത്തിയത്. ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിനു പിന്നിൽ മൊസാദാണെന്നു സമൂഹ മാധ്യമങ്ങൾ സംശയിച്ചതിലും കുറ്റം പറയാനാകില്ല. അതിന് തക്കതായ കാരണങ്ങളും നെറ്റിസൺസ് നിരത്തുന്നുണ്ട്. ഇബ്രാഹിം റയീസിയുടെ മരണത്തോടനുബന്ധിച്ച് ഇറാനിലെ ആഭ്യന്തര അധികാര പോരാട്ടങ്ങളെ ചുറ്റിപ്പറ്റിയും ചില ഊഹാപോഹങ്ങൾ കൊഴുക്കുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് അലി ഖാംനെയുടെ പിൻഗാമിയാകാൻ ഏറെ സാധ്യത കൽപ്പിച്ചിരുന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം റയീസി. പരമോന്നത നേതാവിൻ്റെ മകനും നേതൃത്വം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മുജ്തബ ഖാംനെയി ഒരുപക്ഷെ ഇബ്രാഹിം റയീസിയുടെ ഘാതകനാകാമെന്ന് പോലും സംശയിച്ചിട്ടുള്ള പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലുടനീളം കണ്ടുവരുന്നത്. ഇസ്രായേൽ അനുകൂല പ്രൊഫൈലുകളാണ് ഇത്തരം സിദ്ധാന്തങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. റയീസി ശരിക്കും മരിച്ചുവെങ്കിൽ അടുത്ത പരമോന്നത നേതാവ് അലി ഖാംനെയുടെ മകൻ മുജ്തബ ഖാംനെയി ആയിരിക്കുമെന്നതാണ് പ്രധാന കാര്യം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുൻ ഇറാന്റെ ഉപദേഷ്ടാവ് ഗബ്രിയേൽ നൊറോണ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്. ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പരാമർശമാണ് ഗബ്രിയേൽ നൊറോണ നടത്തിയത്. വിശ്വസനീയമായ സിദ്ധാന്തങ്ങൾ തൊട്ട് വിചിത്രമായ സിദ്ധാന്തങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. മോശം കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും അതേ വാഹന വ്യൂഹത്തിലെ മറ്റ് 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായി ചൂണ്ടിക്കാട്ടി പലരും ഔദ്യോഗിക വിവരണത്തെ ചോദ്യം ചെയ്യുന്നത് കാണാം. ഇബ്രാഹിം റയീസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിനെ തകർക്കാൻ ബഹിരാകാശ ലേസർ പോലുള്ള ഊർജോപകരണങ്ങൾ ഉപയോഗിച്ചു എന്നതാണ് എക്സിൽ കണ്ട മറ്റൊരു സെൻസേഷണൽ സിദ്ധാന്തം. പക്ഷേ ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബാഹ്യ ഇടപെടലുകളില്ലാതെ തീവ്രമായ മൂടൽമഞ്ഞും മറ്റു പ്രതികൂല സാഹചര്യങ്ങളും ഇബ്രാഹിം റയീസി ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിന് കാരണമായിട്ടുണ്ടാവാമെന്നത് ന്യായമായ വിശദീകരണങ്ങളാണ്. കൂടാതെ ഇറാൻ പ്രസിഡന്റ് യാത്രക്കായി ഉപയോഗിച്ച ഹെലികോപ്റ്ററിൻ്റെ കാലപ്പഴക്കവും മറ്റൊരു പ്രതികൂല ഘടകമാണ്.